നമസ്കാരം അശോകൻ സാർ. നമസ്കാരം. അല്ലു അങ്കിൾ ഇവിടുത്തെ ഹാങ്കറിന്റെ അങ്കിളാണ്. ഓ ആ ശരി ശരി ശരി. ആ ഹാങ്കർ മനസ്സിലായി. അശോകൻ സാർ വന്നപ്പോഴൊന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്ന സന്തോഷം. സന്തോഷം. ഞാനിപ്പോൾ വന്നതേ എൻ്റെ ഒരു പയ്യനുണ്ട്. ഇവൻ എൻ്റെ പുറകിൽ നിന്ന് മാറൂല. ഞാൻ എവിടെ പോയാലും പുറകിലുണ്ട്. ഞാൻ ടൗണിലേക്ക് പോയാൽ പുറകെ വരും, സിനിമക്ക് പോയാൽ പുറകെ വരും, മൊത്തം എവിടെ പോയാലും അവൻ പുറകെ ഉണ്ട്. കടം മേടിച്ച് തിരിച്ചു കൊടുക്കണം, അല്ലെ പിള്ളേർ പുറകെ വരും. ഇഷാരടി ഇത് കടമല്ല, ഒരു പടത്തിന്റെ കാര്യം പറഞ്ഞ അവനെ ആ പയ്യനെ ഈ സിനിമക്ക് ഈ കഥ എഴുതുന്ന ആള് എനിക്ക് കിട്ടിയല്ല, എനിക്ക് ആ സാധനം കിട്ടിയല്ല. കഥ എന്ന് പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് അങ്ങനെ പറയുള്ളൂ. ഈ കഥ എഴുതിയ ആള് വന്നിട്ടുണ്ട്. ആള് പഞ്ചഭാവമാണ് കേട്ടോ. നല്ല അടക്കോ ഒതുക്കോ, നല്ല സൽസ്വഭാവവും, നല്ല ശുദ്ധിയും വെളിച്ചപ്പോ ഒക്കെ ഉള്ള ഒരു നല്ലൊരു പയ്യനാണ്. അവൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ അശോകൻ സാറിന്റെ അടുക്കെ പറഞ്ഞാൽ അശോകൻ സാറ് മോനായ അർജുൻ സാറിനോട് പറഞ്ഞാൽ അർജുൻ സാറിനെ നായകനാക്കി വെച്ച് പടം ചെയ്യണമെന്നാണ് ആഗ്രഹം. അല്ല, മോന്റെ കഥകളൊക്കെ മോനാണ് കേൾക്കുന്നത്, ഞാനല്ല കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറയണൊന്ന് കേൾക്കൂ. അല്ല, ഞാൻ കേൾക്കാം, പക്ഷെ കഥ കേൾക്കാൻ പറ്റില്ല. അല്ല, നമ്മൾ തരപ്പടിക്കാരൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. എന്ത് കൽപ്പണിക്കാരനാണെങ്കിലും ശരിയാണ്, പക്ഷെ എനിക്ക് മോന്റെ കഥ കേൾക്കാൻ പറ്റില്ല. അല്ല, കേട്ട് നോക്കാം. കേട്ടിട്ട് പറ്റുന്നതാണെങ്കിൽ അങ്കിളി കഥ കേട്ടിട്ടുണ്ടോ? കഥ കേട്ടില്ല, പക്ഷെ പുതു അഭിപ്രായം ഉഗ്രം കഥയെന്നാ. അല്ല, കേൾക്കാത്ത കഥയാണെങ്കിൽ ഈ കഥയില് കോമഡി ഉണ്ടോ? കോമഡി ഉണ്ടോന്നാ എന്റെ പൊന്നു പിഷാരടി. ഇവൻ ഈ കഥ വീട്ടിൽ പറഞ്ഞിട്ട് പിറ്റേന്ന് നീല ടർപ്പായും 100 കസേര അടിക്കേണ്ടി വന്നു. എന്തുപറ്റി? ഇവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ചിരിച്ച് ചത്തുപോയത്. പിന്നെ തമാശയായിട്ട് ചിരിച്ച കാര്യങ്ങൾ ചത്തുപോവോ? തമാശയായിട്ട് മരിക്കുന്നു ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ മരണ വീട്ടിൽ ചെന്ന് ചിരിക്കണ്ട കിടക്കും. അങ്ങനെയുള്ള തമാശ ആയിരിക്കോ? അങ്ങനെയുള്ള തമാശ ആയിരിക്കോ? നല്ല തമാശയാണ്. പാട്ടുണ്ട് 9 പാട്ട് ഇപ്പൊ തന്നെ ഉണ്ട്. ഇനിയും പാട്ട് എഴുതും. ആണോ? ഫൈറ്റോ? ഫൈറ്റ് എഴുതി കാണിക്കുമ്പോഴേ ഫൈറ്റ് ആണെന്നാ പറഞ്ഞത്. ഇത്ര നല്ല വിളിക്കട്ടെ. പാവമാണ്. ഏതായാലും കേട്ടു നോക്കാം. ഈ സിനിമ നടന്ന 2 പേര് രക്ഷപ്പെടും. ആരൊക്കെ? ഒന്ന് അവനും ഒന്ന് ഞാനും. നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? നായകന്റെ അപ്പനായിട്ട് അഭിനയിക്കുന്നത് ഞാനാ. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ തന്നെത്താൻ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേതോ അച്ചംവേഷം ചെയ്യാനുള്ള പ്ലാനുമായിട്ട് ഉടായ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അതെ, അല്ലു അങ്കിളിന്റെ സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം. വിളിച്ചു. കഥ എഴുത്തുകാരൻ സുഭാഷ്. വൃത്തിയും പഠിപ്പുണ്ട്, മുടി വെട്ടിയില്ലെന്ന് മാത്രമേ. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. പെർമിഷൻ കിട്ടി. നമുക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്. കഥ പെട്ടെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. പെട്ടെന്ന് പറയും. ഇത് തന്നെ ഏറ്റവും വലിയൊരു അവസരമാണ്. ഒരപ്പനും മകനും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ജീവിത കഥയാണ്. അപ്പനാണ് അങ്കിളാണ് അപ്പൻ. അപ്പൊ കഥ ഞാനൊന്ന് പറയാം, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാം. അതായത് ഈ കഥയിലെ ഈ അപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഡോക്ടറാണ്. ഈ അപ്പൻ ഒരു മകനുണ്ട്. ഈ അപ്പന്റെ മകൻ ഈ SI സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഈ അപ്പന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മാറ്റം, ഈ സ്ഥലം മാറ്റം കഴിഞ്ഞ് ഇവർ വേറെ സ്ഥലം മാറ്റിക്കോ, അപ്പനെ മാറ്റരുത്. അങ്കിളാണ് അപ്പൻ, അങ്കിളാണ് അപ്പൻ. അങ്ങനെ അവിടെ ചെന്ന് ഇവര് വേറെ സ്ഥലത്ത് വന്ന് ചെന്ന് നിൽക്കുന്ന സമയത്ത് ജംഗ്ഷനിൽ അപ്പൻ വന്ന സമയത്ത് അപ്പനെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ട അയാളുടെ കാലുമിട്ട സ്റ്റിച്ച് ഉണങ്ങിയില്ല എന്നും പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ കീരിക്കാടൻ ജോസ് വന്നാൽ ചാഴിക്കാടൻ മൂസ വന്നിട്ട് ഈ അപ്പനെ ഇട്ട് അടിക്കുക. അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ തന്നെ. അങ്ങനെ ഇട്ട് അടിക്കണ സമയത്ത് സ്വന്തം മകൻ കണ്ടു നിൽക്കുവോ? സ്വന്തം അപ്പനായിട്ട് അടിക്കുമ്പോ ഇല്ല. അതിങ്ങനെ ഇതില് മകൻ കേറി അങ്ങോട്ട് ഇടപെടുകയാണ്. ഇത് കിരീടത്തിന്റെ കഥയില് പറഞ്ഞോണ്ട് തന്നെ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. ഈ അപ്പന് വേറൊരു മകളുണ്ട്. ഈ മകളെ ഡോക്ടർ ആക്കണം എന്നാണ് അപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അയ്യോ, നല്ല. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അപ്പന്റെ ഭാര്യ ഇങ്ങനെ ഒരു അസുഖമായി വന്നു കിടന്ന സമയത്ത് ചികിത്സിക്കാൻ ഡോക്ടറെ കിട്ടിയില്ല. രക്തം വാർന്നാണ് ഈ ഭാര്യ മരിച്ചത്. അങ്ങനെ ഈ മോളോട് പറയുന്ന ഭയങ്കരമായി കടലിൽ പോയി മീൻ പിടിച്ചിട്ടാണ് ഈ അപ്പൻ മോളെ ഡോക്ടറാക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഇങ്ങനെ ഈ മോളോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, മുത്തേ മോള് പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് വലിയ ഡോക്ടർ ആവണം, മനസ്സിലായില്ലേ? അങ്ങനെ മോള് പരീക്ഷ പാസ്സായി. ഇതൊക്കെ എത്ര വർഷം മുമ്പ് നമ്മൾ കണ്ട അമരത്തിന്റെ കഥയല്ലേ നിങ്ങൾ പിഷാരടി സാർ? അവിടെ നിന്നാണ് മേജർ ട്വിസ്റ്റിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് നേരെ ഇവര് പോകുന്നത് ഈ അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിടിവാശിക്കാരനാ. പിടിവാശി എന്ന് പറഞ്ഞ ഒടുക്കത്തെ പിടിവാശി. ഗേറ്റില് ഒരു ബോർഡ് വെച്ചേക്ക, സ്ത്രീകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. എന്നിട്ട് ഒരു ചാരുകസേരയിട്ട് ഇയാൾ വെറുതെ ഇങ്ങനെ ഇതിന്റെ മുന്നിലിരിക്കുമ്പോ
താഴെ ഒരാൾ കോളാമ്പിയും പിടിച്ചിരിപ്പുണ്ടാവും. മനസ്സിലായില്ലേ? ഗേറ്റിന്റെ അവിടെ ഒരാൾ കോളാമ്പിയും പിടിച്ചിരിക്കണ്ടാവും. ഈ കോളാമ്പി പിടിച്ചിരിക്കുന്ന അതിനകത്തേക്ക് അപ്പന് തുപ്പാൻ വേണ്ടിട്ടാ. കുഴപ്പമില്ല, അപ്പൻ ഞാനല്ലേ. അങ്കിളാണ് അപ്പൻ. അതിനകത്തൊരു മാറ്റമില്ല എന്ന് പറഞ്ഞില്ലേ? അതെ അതെ, ഇതില് മുഖത്തേക്ക് തുപ്പുമ്പോ കോളാമ്പി തുപ്പി എന്ന് പറയുന്ന ആ ഡയലോഗ്. ആ കോളാമ്പി തുപ്പി അതെങ്ങനെ മനസ്സിലായി? ഇത് ഗോഡ് ഫാദർ അല്ലേ? ഞാൻ അവിടെയാണ് മേജർ ട്വിസ്റ്റിലെ കഥ മുഴുവൻ കേൾക്കണം അശോകൻ സാറേ. ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയതാ. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഒരു മേജർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന് ഒരു ജോലി ഇല്ലാന്ന് ഞാൻ നേരത്തെ കഥയിൽ ഗോഡ് ഫാദറുമായിട്ട് ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ 5 മക്കളാണ്. ഇത് ഒരു 2 പിള്ളേരേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരു മേജർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകന് ജോലി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ അവിടെ ജോലി ഇല്ലാത്ത ഈ മകൻ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കാശ് കടം മേടിക്കും. ഈ കാശ് കടം മേടിച്ച് കഴിഞ്ഞിട്ട് ഈ കടക്കാർ മുഴുവൻ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഇവൻ മകൻ ഒരു അഭിമാനിയാ. ഈ കടക്കാർ വരുമ്പോ അവിടെ അപ്പനില്ലേ? അപ്പനാണല്ലോ. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? അഭിമാനം സഹിക്കാൻ വയ്യായിട്ടുണ്ടല്ലോ. ഇവൻ എന്ത് ചെയ്തു? കൊടുക്കാനുള്ള ആളുകളുടെ പേര് എഴുതി അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എഴുതിയിട്ട് ഈ പോക്കറ്റിൽ ഇട്ടിട്ട് ഒരു ഡയലോഗ് ഉണ്ട് അതിനകത്ത്. എന്താണ്? ഹൃദയസ്പർശിയായ ഡയലോഗാ. ഏതാണ്? സൈമൺ മാസ്റ്റർ മോൻ എല്ലാം പഠിച്ചു, പക്ഷേ മറ്റുള്ളവരെ പറ്റിക്കാൻ മാത്രം പഠിച്ചില്ല. സൈമൺ മാഷാണ്, കൈമൾ മാഷാണ്. അത് പഞ്ചാബി ഹൗസില്. ഇത് നമ്മുടെ കഥയിൽ സൈമൺ മാഷാ. സൈമൺ മാഷ്. എന്നിട്ട് ഈ മകനുണ്ടല്ലോ നേരെ കടാപ്പുറത്തേക്ക് പോവാണ്. കടലിൽ നിന്ന് ഇവനെടുത്തൊരു ഒറ്റ ചാട്ടമാണ്. പിന്നത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അപ്പനില്ല. അപ്പുറത്തെ പിന്നത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട് ഇങ്ങനെ വരുന്ന ഷോട്ടാണ്. ബോട്ടിൽ അപ്പനില്ല. ഈ മോൻ പോയ സമയത്ത് വിഷമം കൊണ്ട് ഒരു ബോട്ടിൽ മേടിച്ച് അപ്പൻ ഇരിക്കുന്ന വേറെ സീനാണ്. മനസ്സിലായി? അവിടെ അങ്കിളാണ് അപ്പൻ. സംസാരിക്കും. ഈ ബോട്ട് ഇങ്ങനെ പോകുമ്പോ ബോട്ടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു മഞ്ഞ ഷർട്ട് ഇട്ടിട്ട് ജുബിട്ട് ഒരാൾ ഇങ്ങനെ നിൽപ്പുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വല ഇങ്ങോട്ട് വീഴുക. ആ വലയിൽ ഒരു വലിയൊരു സാധനം കുടുങ്ങുമ്പോ ഈ ബോട്ടിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഡയലോഗ് ഉണ്ട്, മുതലാളി എന്ന് പറയും. അപ്പൊ ഇയാൾക്കൊരു മുതലാളി ഉണ്ട്. ആള് മുതലാളിക്ക് ഒരു മുതലാളി. മനസ്സിലായില്ലേ? ഇത് തന്നെയല്ലേ പഞ്ചാബി ഹൗസ് തന്നെയല്ലേ? ഞാൻ ഇവിടെ നമ്മുടെ ഒരു മെയിൻ ട്വിസ്റ്റിലേക്ക് പോവുകയാണ് നമ്മൾ. ഇനിയും കഥ പറയുന്നുണ്ടോ? പ്രേക്ഷകരെ മുൾമുനിൽ നിർത്തിയിട്ട് ഒരു മുൾമുനിൽ നിർത്തുന്ന സീനിലേക്ക് പോണേ. ഈ മകൻ എന്ന് പറയുന്നവൻ ഭയങ്കര തൻ്റെടിയാ. കാരണം നമ്മൾ ആരാധകരെ കയ്യടിപ്പിക്കണം, ആളുകൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കണം. ഫൈറ്റ് മൂഡിലേക്ക് പോണേ. ഈ മകൻ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഒരു കൊച്ചു ചെറുക്കനെ അവിടുത്തെ ഒരു തൊട്ടി SI പിടിച്ച് എന്തോ ചെയ്യും. അത് ഇവന് സഹിക്കില്ല. ഇവൻ നേരെ ചെന്നിട്ട് ഈ SIയുടെ നെഞ്ചത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്നും പറഞ്ഞിട്ട് ഒരു ഒറ്റ അലക്കുണ്ട്. മനസ്സിലായില്ലേ? അല്ലല്ല, ലൂസിഫറിൽ വലത്തെ കാല വയ്ക്കുന്നത്, നമ്മളിൽ ഇടത്തെ കാല വയ്ക്കുക. മനസ്സിലായില്ലേ? ട്വിസ്റ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്റർവൽ പഞ്ചിലേക്ക് പോകുന്നത്. ഈ മകൻ ഈ SIയുടെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ചത് ചർമ്മ സാറിന് ഇഷ്ടപ്പെട്ടില്ല. ചർമ്മ സാർ അപ്പൊ ഈ മകനെ പിടിച്ച് ഉപദേശിക്കുന്ന ഒരു സീനുണ്ട്. ആ ഉപദേശം കഴിയുമ്പോ ഈ മകൻ ശർമ്മ സാറിന് ഒരു ഡയലോഗ് പറയും. എന്താ പറയുന്നത് അറിയാമോ? ഉപദേശം കൊള്ളാം ശർമ്മ സാറേ, പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. അതെന്നാ വർത്താനാണ് ഈ പറഞ്ഞത്? എന്താ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ തന്തയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയല്ലേ വന്നേക്കണം. ഇതാണല്ലോ തന്ത. പിന്നെ എന്താണ് എന്റെ തന്തയല്ല നിന്റെ തന്ത എന്ന് പറയുന്നത്? കഥയിലെ തന്ത. കഥയിലെ തന്തയാണെങ്കിൽ ഈ സിനിമയിലെ തന്ത ഞാനല്ലേ? നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെ എനിക്ക് തന്തക്കോടെ സ്ഥാനം ഉണ്ടാവും? തന്ത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തന്തയാകണം ഞാൻ. ഇതാണ് കാശ് മുടക്കി പണം പിടിക്കണത്. എന്റെ അങ്കിളെ ഇത് കഥ തന്തു. കഥ തന്തു ആണെങ്കിൽ ഈ കഥയിലെ തന്ത ഞാനാണ്. അങ്കിളെ ഞാൻ ഇന്റർവൽ പഞ്ചിലേക്ക് ഒന്ന് പൊക്കോട്ടെ. ശരി അശോൻ സാറേ, ഇവിടെയാണ് നമ്മൾ ഒരു ഇന്റർവൽ പഞ്ചിലേക്ക് പോകുന്നത്. പിന്നെ ക്യാമറ ഇങ്ങനെയാണ് പോകുന്നത്, പാമ്പ് പോണ പോലെ. ഈ ക്യാമറ നേരെ ഇങ്ങനെ പോകുന്നത് ഒരു കൊടും കാട്ടിലേക്കാണ്. ആ കാട്ടില് ഈ അപ്പനും മോനും തമ്മിലുള്ള ബാല്യകാലമാണ് നമ്മൾ കാണിക്കുന്നത്. മനസ്സിലായി? തന്തയും മോനും തമ്മിലുള്ള ബാല്യകാലം. മനസ്സിലായി? പിന്നെ അപ്പൊ ഈ തന്തയും മോനും കൂടി കാട്ടിലേക്ക് പോകുമ്പോ പെട്ടെന്ന് ഒരു പുലി ഇവരുടെ മുമ്പിൽ വരികയാണ്. ഈ പുലിനെ കണ്ട വഴി തന്ത പിന്നോട്ട് കാലിങ്ങനെ നിൽക്കുക. ഇങ്ങനെ കാല് വെച്ചിട്ട് കൈ കൊണ്ട് ദിങ്ങൻ, ഇന്ന് വരെ സിനിമയിൽ കാണാത്തൊരു സാധനം കേട്ടാ. കൈ കൊണ്ട് ദിങ്ങനെ ഒരു കാണിക്കലുണ്ട്. ദിങ്ങനെ ഒരു കാണിക്കും. അപ്പൊ ചെയ്യണ്ടല്ലേ? ഇതേ മോർണിംഗ് എടുക്കണം, ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ മോർണിംഗ് എടുക്കണം. കാരണം മോർണിംഗ് എനിക്ക് 2:30 മണിക്ക് കൈ വറക്കുമ്പോൾ കറക്റ്റ് കിട്ടും. അപ്പൊ ലൈഫ് കിട്ടും. അത് നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യാം. ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഈ മകന്റെ തോളത്ത് പിടിച്ചിട്ട് തന്ത ഒരു ഡയലോഗ് ഉണ്ട്. എന്താണ്? മോനെ, നീ ഇന്നു മുതൽ മാണിക്യമല്ല, രായ മാണിക്യമാടാ. എങ്ങനെയുണ്ട് അശോകൻ സാറേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ തന്ത ഉണ്ടല്ലോ, അപ്പൻ വേഷം, അത് ഞാൻ ചെയ്യാം. സത്യം ഞാൻ ചെയ്യാം. സത്യം ഞാൻ ചെയ്തോളാം. സത്യം പറയട്ടെ, ഞാനിപ്പോ ഞാൻ ഈ സിനിമ എഴുതി തുടങ്ങുന്നത് ഇതിൽ അപ്പൻ വേഷം അശോകൻ സാറിന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതി തുടങ്ങിയത്.